ഇപ്പം ഞങ്ങൾ അത് ആദ്യം അടിച്ചു പൊളിച്ചിനെ ജനങ്ങൾ അന്തസ്സായിട്ട് പുറത്തിറങ്ങി നടക്ക് ജാമ്യം കിട്ടേണ്ട സമയമായി. എന്തിനാ ഞങ്ങൾ ഇത്രയും കാലം സമാധാനത്തോടു കൂടെ സമരം ചെയ്തെന്ന് ചിന്തിച്ചു പോവാം. പോലീസുകാരോ അധികാരികളോ യാതൊരു വിധത്തിലുള്ള ഞങ്ങൾക്ക് ജനങ്ങൾക്ക് തരേണ്ട സംരക്ഷണം എന്തിനു ഒരു ഫ്രഷ് കട്ടിന് കൊടുക്കുന്നു? ഇന്നേക്ക് 21 ദിവസമായി ഓരോ വീട്ടിലത്തെ ഓരോ ജനങ്ങൾ പല സ്ഥലങ്ങളിലാണ്. എൻ്റെ ഉമ്മയും ഉപ്പയും ഒന്നും കാണാനില്ല, എവിടാന്നറിയില്ല. ചൊവ്വാഴ്ച അന്ന് പോയ വേഷത്തിലാണ്, എന്താ അവസ്ഥ എന്നറിയില്ല. പോലീസുകാർ ഇന്ന് 14 ദിവസമായി, 14 ദിവസം ഞങ്ങളെ വീട്ടിൽ വന്നിട്ടുണ്ട്. എല്ലാ തെളിവുകളും ഞങ്ങളെ കയ്യിലുണ്ട്. രാത്രിയായാലും പകലായാലും വീട്ടിൽ വന്നിട്ട് വരികയാണ്. മക്കൾ സ്കൂളിൽ പോണില്ല, ദുർഗന്ധത്തിന് യാതൊരു കുറവുമില്ല. ജനങ്ങൾ വെറും അവർക്ക് ഉണ്ടായിരുന്നത് ഒരു മരക്കഷ്ണം ഒന്നും ഒരു കയ്യിലില്ല. പോലീസുകാർ ലാത്തിയുണ്ട്, ഗ്രനേഡ് ഉണ്ട്, എല്ലാം അവർ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, കുട്ടികളെയും കൊണ്ട് വന്നവരെ നേർക്ക് ഗ്രനേഡ് എറിഞ്ഞത് നിങ്ങളല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് ഞങ്ങൾക്ക് ഉദ്യോഗസ്ഥന്മാർ തന്ന ഇതാണെന്ന്. 2025 ഏപ്രിൽ 9 എൻ്റെ ഉമ്മ അടക്കം പഞ്ചായത്ത് മെമ്പറായ ഷംസിദ ഷാഫി അടക്കം ഈ രജീഷ് ചന്ദ്ര സാറിന് പരാതി കൊടുത്തതിന് തെളിവിൻ്റെ കയ്യിലുണ്ട്. ആ ഒരു വേസ്റ്റ്, അധികം വന്ന വേസ്റ്റ് ഈ പറയുന്ന റബ്ബർ തോട്ടത്തിൽ കുഴിച്ചിട്ടതിൻ്റെ തെളിവുകളുണ്ട്. ജനങ്ങൾ അവിടെ സമരം ചെയ്തത് വണ്ടി കടത്തി വിടാതിരിക്കാനാണ്. കാരണം അത്രയും ദുർഗന്ധമാണ് ഇത്രയും വർഷങ്ങളായിട്ട് ജനങ്ങൾ സഹിക്കുന്നത്. ഞാൻ പറയുന്നു, ഇത്രയും ആൾക്കാർ പറഞ്ഞു 5 ദിവസം ഞങ്ങളെ വീട് ഒഴിഞ്ഞു തരാം. 5 ദിവസം ഈ പറയുന്ന കളക്ടർ അടക്കം ഞങ്ങളെ വീട്ടിൽ വന്ന് താമസിക്കട്ടെ, ഞങ്ങൾ ഒഴിഞ്ഞു തരാം. അവർ പറയട്ടെ ദുർഗന്ധമില്ലാന്ന്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സമരം നിർത്തി ഫ്രഷ് കട്ടിന് ഞങ്ങൾ അനുകൂലിക്കും.